നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ വരുവാനും ഓണാഘോഷത്തിൽ മാതാപിതാക്കളോടൊപ്പം വളരെ മംഗളകരമായിട്ട് തന്നെ അനുവർത്തിക്കുവാനും ആചരിക്കുവാനും ഇതിനോടൊപ്പം ഒരുപക്ഷെ ബാല്യകാല സ്മരണകളെ നിലനിർത്താൻ തക്കവണ്ണം ബാല്യകാല സുഹൃത്തുക്കളെ കാണുവാനും അവസരം വന്നു ചേരും. വിവിധങ്ങളായിട്ടുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരവും ബന്ധുമിത്രാദികളെ കാണുവാനും ആശയവിനിമയം നടത്തുവാനും അവസരം വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ഇനി മുതൽ വർഷത്തിൽ ഒരിക്കൽ ജന്മനാട്ടിൽ വന്നു പോവുക എന്ന തീരുമാനം കൈക്കൊള്ളുവാനും യോഗം കാണുന്നതുമുണ്ട്. ഗൃഹപ്രവേശന കർമ്മം മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് നേതൃത്വം നൽകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. ഉദ്യോഗത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിനോട് ബന്ധപ്പെട്ട് ഒരു സ്ഥാനക്കയറ്റത്തോടു കൂടി ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. പലർക്കും വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ജോലിയിലുള്ളവർക്ക് ഭാവിയിലേക്ക് അനന്ത സാധ്യതകളുള്ള തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാനും അവസരം വന്നു ചേരും. സാധു കുടുംബത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം, വിവാഹം മുതലായ കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ സുഹൃത്തിന്റെ സഹായ സഹകരണവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ആധ്യാത്മിക ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ചിന്തകൾ കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും മനസ്സമാധാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം, വിവേകത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന രീതി, ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം ഇവയെല്ലാം തന്നെ പ്രാവർത്തികമായിട്ടുള്ള രീതിയിൽ അവലംബിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് മാന്ദ്യമുള്ളൊരവസ്ഥ ഉണ്ട് എങ്കിൽ പോലും അതിൽ നിന്നും പിന്മാറാതെ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ടും എല്ലാ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടും ധ്രുവീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും ഗുണകരമായി തീരുവാൻ യോഗം കാണുന്നതുമുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ഔചിത്യമുള്ള സമീപന ശൈലി സർവ്വ ആചാരങ്ങൾക്കും വഴിയൊരുക്കും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് അവധിയാണെങ്കിൽ പോലും മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഒരു വിഹംഗ വീക്ഷണം, അതായത് ഉത്തരവാദിത്തങ്ങൾ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മാതാപിതാക്കളുടെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും. അർഹമായുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടയുണ്ട്. റോഡ് വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വികസ്വര രാജ്യത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുന്നത് വഴി ഒരുപക്ഷെ നിലവിലുള്ള സ്ഥലത്ത് അനുമതി ലഭിക്കുന്നത് വഴി നിലവിലുള്ള ജോലി സ്ഥലത്ത് രാജിക്കത്ത് നൽകുവാൻ സാധ്യതയുണ്ട്. അഹോരാത്രം പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ എല്ലാം ആ പ്രവൃത്തി ഗുണം മനസ്സിലാക്കിക്കൊണ്ട്, ആ തൊഴിൽ മേഖലയിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവൃത്തി ഗുണം കണക്കാക്കിക്കൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും തൊഴിൽ മേഖലയിലുള്ള ധ്രുവീകരണം വേണ്ട വിധത്തിൽ നടത്തുവാനും സാധിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. ആചാര മര്യാദകൾ പാലിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വിസ്തൃതിയുള്ള ഒരു ഗൃഹം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുമെങ്കിൽ പോലും
തൽക്കാലത്തേക്ക് ഇതിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പലപ്പോഴും സമത്വ ഭാവനയോടുകൂടിയതായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ഓണാഘോഷത്തിന് അനുബന്ധമായിട്ട് കലാകായിക മത്സരങ്ങളിൽ വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വാസ്തവ വിരുദ്ധമായുള്ള പല തോന്നലുകളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് വഴിയും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയും ഇതിനെല്ലാം ഉപരിയായിട്ട് ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴിയും എല്ലാവിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിച്ച് ആശ്വാസവും സമാധാനവും വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുന്നത് വഴിയും കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും ആത്മാഭിമാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. ഇതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണം വേണ്ടിവരും. സ്വയം തീരുമാനിച്ച വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും പ്രായോഗികമായിട്ട് പ്രാവർത്തികമാക്കുവാൻ സാധിക്കാത്തതിനാൽ പിന്മാറുവാനുള്ള സാഹചര്യം ഉണ്ടാകുവാനും ചിലർക്കെല്ലാം തന്നെ ഉദ്യോഗത്തിൽ പുനഃപ്രവേശനം നേടുവാനും ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കാനുള്ള അനുമതി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും തൃപ്തിയായിട്ടുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. എന്നാൽ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, കുട്ടികളെയും കൊണ്ടുപോവുക എന്ന സങ്കല്പത്തിന് 6-7 മാസം താമസം വേണ്ടിവരും. ഇങ്ങനെ അവസരം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിൽ നന്നായിരിക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുവാനിടയുണ്ട്. അവധി ലഭിക്കാത്തതിനാൽ അന്യനാട്ടിലോ ദൂരദേശത്തോ ബന്ധുമിത്രാദികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും പ്രാദേശികമായിട്ടുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഓണാഘോഷം വിപുലമായിട്ടുള്ള രീതിയിൽ ആചരിക്കാൻ അവസരം വന്നു ചേരും. കല, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മുൻപ് പ്രവർത്തിച്ചിരുന്നവർക്കും ഈ ഒരു ഓണാഘോഷത്തിന് അനുബന്ധമായിട്ട് ചില മത്സരങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കുവാനും ഓർമ്മ പുതുക്കാനും അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാൻ ഇടയുണ്ട്. ദീർഘകാല സുരക്ഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് ഒരുപക്ഷെ ഏറ്റെടുക്കാൻ ഇടവരുമെങ്കിൽ പോലും പണം കുറച്ചുകൊണ്ടുള്ള ഒരു പദ്ധതികളും ഏറ്റെടുക്കരുത്. എന്നാൽ സുഹൃത്ത് ഏറ്റെടുക്കുന്നതിന്റെ ഉപവിഭാഗമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കാം. അത് വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നതുമാണ്. പലപ്പോഴും നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. പ്രാചീന സംസ്കാരവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാത്ത പക്ഷം വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനിടവരും. ഒരുപക്ഷെ 2025 ഫെബ്രുവരി മാസത്തിലെ പ്രവേശനം അധ്യയന വർഷം എന്ന സങ്കല്പത്തോടു കൂടിയതായിട്ടുള്ള ഒരു അപേക്ഷകളായിരിക്കാം നൽകുവാൻ ഇടയുള്ളത്. ജീവിത പങ്കാളിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുള്ളതുകൊണ്ട് സർവാത്മന സ്വീകരിക്കാനിടയുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി മേലധികാരികളുടെ മിഥ്യാധാരണകൾ ഒഴിവാക്കുവാനിടയുണ്ട്. പൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. ഗൃഹപ്രവേശന കർമ്മം മംഗളകരമാക്കി പര്യവസാനിപ്പിക്കാൻ സാധിക്കും. നിക്ഷേപ സമാഹരണ യജ്ഞം ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ പൂർത്തീകരിക്കുന്നതിന് ഭാഗമായിട്ട് ഒരുപക്ഷെ സെപ്റ്റംബർ 15 മുൻപ് തന്നെ, ഓണത്തിന് മുൻപ് തന്നെ പൂർത്തീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കുവാനും
വിനോദയാത്രയ്ക്കും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ തൽക്കാലത്തേക്ക് ഒഴിവാക്കുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. പലപ്പോഴും കഴിഞ്ഞ 4-5 മാസമായിട്ട് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിക്കാൻ സ്വയമേവ തയ്യാറാകുവാനിടയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് സ്വല്പം പണം മുതൽ മുടക്കിയാണെങ്കിലും അതിലൊരു സ്വീകാര്യതയും ജനസ്വീകാര്യതയും കണ്ടെത്തുവാനിടയുള്ളത് കൊണ്ട് അവലംബിക്കുവാനും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്കും സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താലും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ഒരു അവസരം ഉണ്ടാകുവാനും പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.